കല്യാണമായിട്ട് എടുത്ത ലീവൊക്കെ തീർന്നു. നാളെ തൊട്ട് ജോലിക്ക് പോണം. എന്ത് ചെയ്യണ്ടേ? നീ എന്തിനാ വീട്ടിൽ ജോലിക്ക് പോണേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ ജോലി കളഞ്ഞേക്ക്. എന്നാ അതന്നെ, ഈ തറവാട്ടില് പെണ്ണുങ്ങളാരും ജോലിക്ക് പോയി ജീവിക്കേണ്ട കാര്യമില്ല. അതെ, ജോലിക്ക് സമ്പാദിക്കാനേ ഞാനുണ്ട് ഇവിടെ. ജോലിക്ക് കയറണ്ട. അപ്പൊ ഞാനിവിടെ വെറുതെ ഇരിക്കാനോ? നല്ലൊരു ജോലിയായിരുന്നു. നീ എന്തിനു വെറുതെ ഇരിക്കണ? നീ അടുക്കളയിൽ അമ്മയെ സഹായിക്ക്. അവൾക്കിപ്പോ ജോലിക്ക് പോവാണ്ട. എന്തിട്ടീ ചെയ്യണേ? കാപ്പി ഉണ്ടാക്കണ? വേണ്ട വേണ്ട, അടുക്കളയിലെ എല്ലാ കാര്യവും ഞാൻ നോക്കിയോളാം. മോള് പോ. അപ്പൊ ഞാൻ അമ്മേനെ സഹായിക്കണ്ടേ? വേണ്ട വേണ്ട മോനെ, ഞാൻ വെച്ചാലേ ഇഷ്ടാവുള്ളൂ. എന്നാ വേണ്ട, വെച്ചോ. അടുക്കളയിൽ കയറി ഓരോന്നുണ്ടാക്കി എന്നെ മൂലയ്ക്ക് ഇരുത്താനാ, നടക്കില്ല. എന്നാ കാറ്ററിങ്ങിൻ്റെയും പന്തലിൻ്റെയും കൂടിയുള്ള ബില്ല്. അധികമൊന്നുമില്ല, ഒരു 2.25 ലക്ഷം രൂപയുള്ളൂ കേട്ടാ. 2.25 ലക്ഷം രൂപയോ? എവിടെ എടുത്തിട്ട് അടയ്ക്കാനാ? അതൊന്നും എനിക്കറിയില്ല. അല്ലെന്തിട്ടീ കാണിക്കണേ? മുറ്റടിക്കണ്. അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ അകത്തേക്ക് പോ 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 പോ. ആയിക്കോട്ടെ. വീട്ടുപണി എടുക്കുന്നത് നാട്ടുകാരെ അറിയിക്കാനുള്ള അടവാ. എൻ്റെ അടുത്ത് നടക്കില്ല, നടക്കില്ല. അയ്യോ, വേപ്പിലില്ലല്ലോ. ആ, കല്ലെവിടെ? വെറുതെ ഇരുന്ന് ബോറടിച്ചിട്ട്. ഒരു പണിയില്ലെങ്കിൽ അമ്മായിമ്മയ്ക്ക് അന്നിട്ട് വയ്ക്കടി. കേറിപ്പോടി. അമ്മേ ചോര. അടുത്ത ആഴ്ച അമ്മാവന്റെ മോളുടെ കല്യാണാ, നമ്മളെല്ലാരും പോണം. അപ്പൊ നല്ല സദ്യ ഉണ്ടാവല്ലോ. ആ, സദ്യ തന്നെയാ. പക്ഷേ 1 പവന്റെ വള അങ്ങോട്ട് കൊടുക്കണം. 1 പവന്റെ വളയോ? 1 പവൻ തന്നെ കൊടുക്കണം? ആ, 1 പവന്റെ തന്നെ കൊടുക്കണം. അമ്മാവന്റെ മോളാ. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ആ, സ്വർണത്തിനൊക്കെ ഇപ്പൊ നല്ല വിലയാ. പക്ഷേ ഇങ്ങോട്ട് കിട്ടുമ്പോ ഒരു വില ഉണ്ടാവില്ല എന്നുള്ളൂ. ഇങ്ങോട്ട് വെച്ചോലെ. എന്നാ ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് 4500 രൂപ. എൻജോയ്. എന്തിന്? മാറാല ഫ്യൂസ് ഊരുന്നതിന് മുന്നേ അടച്ചോളൂ. മാറാല അടിച്ച് കളയണം. എന്തുണ്ട്? എന്താടാ ഈ വഴി? ഞാൻ ഭാര്യനോട് ജോലിക്കുണ്ടാക്കാൻ വന്നറാ. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? അങ്ങനെയൊക്കെ പോണു. 2 പേർക്കും ജോലി ഉള്ളവരാൻ കുഴപ്പമില്ല. ഒരു രക്ഷയില്ലടോ. കാര്യങ്ങളൊന്നും അങ്ങോട്ട് ചെലവ് എന്ത് ചെലവെന്ന് വിചാരിച്ചാ ഒരാളുടെ വരുമാനം കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? നീയാളെ ജോലിക്കുറാ? ഭാര്യനൊക്കെ ജോലിക്കിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചില്ലല്ലേ. ഭാര്യ ജോലിക്ക് പോയെന്താ കുഴപ്പം? അതുകൊണ്ടേ എൻ്റെ കുഴപ്പം സുഖമായിട്ട് കഴിയുന്നുണ്ട്. പെണ്ണുങ്ങളൊക്കെ ജോലിക്കിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അവളുമാര് ജോലിക്ക് പോയി 10 കാശുണ്ടാക്കി കഴിഞ്ഞാലേ പിന്നെ അഹങ്കാരവും. പിന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല, നടക്കില്ല. ആഹാ, അത്യാവശ്യം നല്ല ഈഗോ ഉണ്ടല്ലോ നിനക്ക്. എങ്ങനെയും കുറച്ച് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റണോ? നീയേ നിന്റെ ഈഗോ കൊണ്ട് മുത്തൂറ്റിൽ പണം വയ്ക്കേ, നല്ല കാശ് കിട്ടും. വെറുതെ മനുഷ്യന്മാരെ കൊടുക്കാനായിട്ട്. ഞാൻ പോവാം. ആ, നാളെയല്ലേ? ആ, ശരി ശരി ശരി, നാളെ എത്താട്ടോ. ശരി. ആരാ? അതെ, നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് കൊച്ചിയിൽ, അതിന് പോവാൻ വേണ്ടിട്ടാ. ആണോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്കൊരു ജോലി കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതിന് എനിക്കല്ല, എൻ്റെ കൂട്ടുകാരിക്കാ. കൂട്ടുകാരിക്ക് നിനക്കാണെങ്കിൽ ജോലിക്കൊക്കെ പോവാട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹേയ്, ഞാൻ ഈ തറവാട്ടിലെ മരുമോളല്ലേ, ജോലിക്ക് പോകാൻ പറ്റുമോ? അതൊക്കെ കുറച്ചിലല്ലേ ചിലർക്ക്. പറയടാ. നീ എന്താ ബാങ്കിലെ പയ്യൻ ഫോൺ വിളിച്ചിട്ട് എത്ര പ്രാവശ്യം വിളിച്ചു? ഒരു പ്രാവശ്യമെങ്കിലും ഫോണിൽ നിന്ന് കാര്യം പറഞ്ഞോളൂ. വീട്ടിൽ തട്ടിപ്പ് എന്ത് കാര്യം? കാശ് വേണ്ടേ?
എടാ എൻ്റെ ഒറ്റ ഗ്യാരൻ്റെ പുറത്ത് അവർ നിനക്ക് ലോൺ തന്നെ 3 അടവായി മുടക്കണേ. ഇനി മുടങ്ങിയ അവർ വണ്ടി എടുത്തുണ്ടു. പിന്നെ കരഞ്ഞു പിഴിഞ്ഞ് എൻ്റെ അടുത്ത് ഒരു കാര്യം കേട്ടോ, നിനക്ക് എങ്ങനെയും കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. നീ നിൻ്റെ പെണ്ണിൻ്റെ ജോലിക്ക് വിടാ. ഞാനും എൻ്റെ പെണ്ണും ജോലിക്ക് പോയിടാ കാര്യങ്ങൾ നടക്കണേ. നീ അവളെ ജോലിക്ക് വിടയില്ല, ചുമ്മാ തറവാട്ട് പോയി പറഞ്ഞിരിക്കും മനുഷ്യൻ മെനക്കെടുത്താനായിട്ട്. മര്യാദക്ക് അവളെ ജോലിക്ക് വിടാൻ നോക്ക്. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ, അവൾക്കും കൂടെ തോന്നണ്ടേ. അതിന് നീ ആദ്യം അവളോട് പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ. അന്ന് അതൊരു ആവശ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയി. എന്ന് വെച്ചത് എടാ നീ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ റെഡിയാക്കാൻ നോക്ക്. ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ 2 ആൾ ജോലിക്ക് പോയിട്ട് തട്ടിമുട്ടി കാര്യം നടക്കണേ. പിന്നെ നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കണേ. നീ മയത്തിന് പറഞ്ഞു നോക്ക്, അവൾ പൊക്കോളും. ശരി. ആ എന്തായി കൂട്ടുകാരിക്ക് ഇൻ്റർവ്യൂവിന് പോയിട്ട്? ആ ജോലി കിട്ടി. എന്നാ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ഹൈ, ഇത് നിനക്കുള്ള ജോലി? അതെ, തറവാടിത്തത്തിൽ ഈഗോട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ ചോറാവില്ല. ഇന്നത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും പണിയെടുത്താൽ അടുപ്പ് പോകുകയുള്ളൂ. ശരിയാ, ഒരു തെറ്റ് പറ്റി. അതെ, അവിടെയും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അതിനെന്താ, മോള് ജോലിക്ക് പോക്കോ, സന്തോഷമുള്ളൂ. നീ ഈ വീട്ടിൽ നിന്നാലേ അടുക്കള കയ്യേറി എന്നെ സൈഡാക്കും. അതുകൊണ്ട് നീ ജോലിക്ക് പോകണ തന്നെ നല്ലത്. വേഗം വാ, സമയമായി. Okay, let's go.